ഹൂലു ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് ദുബായിലെത്തിയിരിക്കുകയാണ്. ദുബായിലെത്തി കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ വരും, അൽ തമാമിലോട്ട് വരും. ഇവിടെ 2 ഫോൺ ഉണ്ടാടേ രാശി എന്തെങ്കിലും അൺബോക്സ് ചെയ്യാൻ എന്തൊക്കെയുണ്ട്. നമ്മൾ എന്തായാലും ഇന്നത് അൺബോക്സ് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു പോക്കുണ്ട്. ഫുഡ് അടിക്കാനായി പോകും. നാളെ പക്ഷെ ഒരു കിടിലൻ ദിവസമാണ്. അതിൻ്റെ ഒരു മെയിൻ വീഡിയോ നമ്മുടെ കോൾമിഷ ഫാമിലി വരും. പക്ഷേ അതിൻ്റെ ഒരു വ്ളോഗ് പരിപാടി നമ്മൾ ഇതിൽ പിടിക്കും. അത് അൽഷസാമി പിടിക്കും. യെസ്, എൻ്റെ പുതിയ PC വരാൻ പോകുന്നു. കിടക്ക് സാധനമായിരിക്കും. എനിക്കൊണ്ട് ഈ വീഡിയോ അതിന് മുന്നേ ഞാൻ ഇടുമോ? ഇല്ല. എന്താണെങ്കിലും ലംബോർഗിനിയുടെ കേസാണ്. കിടിലൻ സാധനം. നാളെ അത് കാണാം. എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഫോണുകൾ കാണിക്കാനാണ് ഗൈസ്. ഇതായിട്ട് ഇരിക്കുന്നു. നിങ്ങളാരും കാണാത്ത ചൈനയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള, അല്ല അത് ഇന്ത്യയിലും വരും, എന്നാലും റൈറ്റ് നൗ ഇറ്റ് ഈസ് ദെയർ ഓൺലി ഇൻ ചൈന ആൻഡ് ഹിയർ ഇൻ അൽത്തമം. X200 Pro വിവോര. ഇതിൻ്റെ ഒരു നീല കളറുണ്ട്, വേറെ ലെവൽ. എന്ത് ടൈറ്റേനിയാണ് കേട്ടോ. പിന്നെ മറ്റേ സാധനമുണ്ട്, റിയൽമി GT7 Pro. അത് കഴിഞ്ഞു വേണം, ഞാൻ ജസ്റ്റ് മിസ്. പിന്നെ റെഡ് മാജിക്കിന്റെ റാഡ്. ഇതൊക്കെ നമ്മൾ ഈ ചാനലിൽ വരൂല, മെയിൻ ചാനലിൽ വരും. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒക്കെ എടുക്കട്ടെ. റാഷി ബ്രോ, കുറെ നാളായി നമ്മുടെ പോയി വന്നിട്ട്. വിശപ്പില്ലേ? ഇവിടെ എല്ലാവർക്കും നല്ല വിശപ്പാണ്. എനിക്ക് നമ്മൾ ഫുഡ് അടിക്കാൻ പോകും. ലെറ്റ്സ് ഗോ ഗെറ്റ് ദി അൺബോക്സിംഗ് ഡൺ ആൻഡ് ഐ വിൽ കം ബാക്ക്. അൽ തമാമിൽ വന്നാൽ ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാം ഗൈസ്. കണ്ടില്ലേ, ഡിസ്പ്ലേ ഉള്ള എയർപോർട്സ്. അതായത് വാച്ച് ഇങ്ങനെ വെച്ചേക്കാണ് ഫ്രണ്ടിൽ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഫ്ലാഷ് ലൈറ്റ്, കളിയൊക്കെ, ഗെയിം. എൻ്റെ പൊന്നോ, വേറെ ലെവൽ തന്നെ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽത്തമാമിൽ നിന്ന് ഇറങ്ങി അൽത്തമാമിൻ്റെ സിസ്റ്റർ കമ്പനിയായ പിക്കാസിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പിക്കാസി മീഡിയ. ആൻഡ് അവിടെ നമുക്കിപ്പോൾ പോഡ്കാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എന്തിനാണെങ്കിലും ആ സ്ഥലത്ത് പോകാനാണ് നമ്മൾ ഈ കടന്ന് ക്രോസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇവിടെ പിന്നെ 1 വേ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. ഇല്ലേ ഫുഡ് ഇസ് വെരി മെയിൻ. ദാറ്റ് ടു സ്പൈസി. സ്പൈസിയിൽ നല്ല മീനും ചിക്കനും. അത് നമ്മൾ ഈ വെറുതെ പറയുന്നല്ലേ, നിങ്ങൾ വേറെ കഴിക്കണം. അത് എന്നാലേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഹോങ്കോങ്ങിലെ അനസ്. നിങ്ങൾ അനസിനെ കറുത്ത ഷർട്ടിട്ട് കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ആദ്യമായി ചെക്ക് ഷർട്ടിട്ട് കളിക്കാം. ഉണ്ടാവും, നാണം വെച്ച് നടക്കണം. നാണക്കാരനാണ്. അങ്ങനെ നമ്മൾ ബന്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥലം എന്നുള്ളത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ സ്ഥലത്തിനൊരു ലുക്കില്ലെങ്കിലും ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ കിടിലൻ ലുക്കാണ്. സോ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെ പോകുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ്? സ്വർഗമായി. ഇതാണ്ടിരിക്കണോ ഷാഫി? ഷാഫി ക്യാമറയുമായിരിക്കുന്നു. ഓ എൻ്റെ മോനി, വേറെ ലെവലാ. ഞാൻ അന്ന് വന്നപ്പോ ഇങ്ങനെയൊന്നും ഇല്ലടാ. കിടിലാക്കിയേട്ടാ. ആ ഇന്റീരിയർ ഡിസൈനൊക്കെ വിളിക്കൂ. നീ എന്താ ക്യാമറ കൊണ്ടിട്ട് പുറകെ കിടക്കുന്നത്? നീയും തുടങ്ങിയ വ്ളോഗ്. ഗൈസ്, നമ്മളെല്ലാവരും സ്പൈസി പോയി ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിൽ വന്നിരിക്കുകയാണ്. അതിനുശേഷം അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അനസ് വരുന്നുണ്ട് കേട്ടോ. എല്ലാം എനിക്ക് സന്തോഷം. ഇത് യവനൊക്കെ ഉണ്ടല്ലേ, ഒരു ഫുഡും കഴിക്കൂല. അവസാനം എനിക്ക് വിഷമമാവും. ഞങ്ങൾക്ക് ജിം ബോഡീസുകളാണ് ഇവരൊക്കെ. നമ്മൾ സ്പൈസിയിലോട്ട് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാവേ. അല്ല, അത് പക്ഷേ മറ്റേ വരുള്ളൂ. കുറച്ച് കാണിച്ചു തരാം. ബൈ ബൈ. നീ സ്പൈസിയിലോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ ഓൺ ദ വേ ആണ് ഗൈസ്. നേരെ സ്പൈസി ഖരാമ. ഒരു വെറൈറ്റിക്ക് അവിടെ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കഴിക്കാൻ പോവുകയാണ്. ഒരു കടയുടെ പേര് കാണിച്ചു തരാം കേട്ടോ, ഗ്രാൻഡ് പാ. അവിടെ പോയാൽ നല്ല PC കിട്ടും. ഗ്രാൻഡ് പാ PCs. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം കരാമ സ്പൈസിയിൽ നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി ഒന്നും നോക്കാനില്ല. വി ആർ ഗെറ്റിംഗ് ഇൻ ആൻഡ് ഫുഡ് അടി. നല്ല ഫിഷ് ഗ്രില്ലും നല്ല സ്പൈസി ചിക്കൻ മന്തിയും. എൻ്റെ ഒരു ഫേവറേറ്റ് കടയാണ് കേട്ടോ സ്പൈസി. മറ്റേ നമ്മുടെ അൽത്തമാമിലാണ് ഞാൻ ആദ്യം പോകുന്നത്. കരാമയിലുള്ള കാര്യം നല്ല കാര്യം, ബിക്കോസ് എൻ്റെ വീട് എൻ്റെ അടുത്താണ്. സോ ഇനി തൊട്ട് സ്പൈസി എൻ്റെ ഒരു മാസത്തോറിൽ ഒരിക്കൽ ഞാൻ വരും. പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ കസ്റ്റേർഡ്, ഫ്രൂട്ട് കസ്റ്റേർഡ്. കണ്ടിട്ട് കൊള്ളാൻ തോന്നും. എന്തിനാണെങ്കിലും എൻ്റെ കോൺസെൻട്രേഷൻ ഈ മെനുവിലാണ്. ബീഫോ ഒന്നോ പശുവിൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നാട്ടിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എപ്പയേ ഈ കടയൊക്കെ അടച്ച് വീട്ടിൽ ഇരുന്നേനെ. ഗൈസ്, ആയിരിക്കുന്ന ഫിഷ് ഗ്രില്ലാണ് ഞാൻ പറഞ്ഞത്. മുട്ട ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കനും. ഇതിൻ്റെ കൂടെ റൈസും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടോ, ഇതോ എഴുതിയിരിക്കണ
Just like Dubai is a premium destination for foreign tourists, like the same Spicy Cafe is premium destination for foodies. I agree. Silence is luxury. ഓക്കെ, മിണ്ടായിരുന്ന് കഴിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാനും റാശിയും വെയിറ്റിങ്ങിലാണ്. നമ്മളെല്ലാവരും വെയിറ്റിങ്ങിലാണ് ആക്ച്വലി. നല്ല ഫുഡ് ഇപ്പോൾ ഇൻകമ്മിങ് ആണ് ഗൈസ്. 4 മണിയായി. നിങ്ങൾ വിശ്വസിക്കില്ല, 4 മണി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 12 മണിയായിരുന്നേ. അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചപ്പോൾ 4 മണിയായി. എന്ത് വേണ്ട എന്ന് ഞാൻ ഞെട്ടി. ഇവിടെ ഭയങ്കരമായിട്ടാണ് സമയം പറക്കുകയാണ് ചെയ്യണം. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആദ്യമായി വാട്ടർമെലൻ ജ്യൂസ് വന്നിരിക്കുകയാണ്. വാട്ടർമെലൻ മാത്രമല്ല, ലൈം കൊണ്ടെന്ന് തോന്നുന്നു. ഓ ഗൈസ്, അതിൽ വാട്ടർമെലൻ ജ്യൂസ് ഉണ്ടായിരുന്നു. നമ്മളത് മൊത്തം കുഴി ചേർത്ത്. ദാറ്റ് ഷോസ് ദ വിശപ്പ് ഈസ് റിയൽ. യെസ്, വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. വിശപ്പ് ഇപ്പൊ ചെറുതായിട്ട് വരുന്നില്ലേ? എനിക്ക് നന്നായിട്ട് വരുന്നുണ്ട്. പൈസ എന്നടേ. ഫിഷ് വന്നു ഗൈസ്, ഫിഷ് ആൻഡ് ചോറല്ലത്. ഓ യെസ്, പുള്ളിയുടെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. ഇതെന്താ കാന്താരി? ഗ്രീൻ മസാല. ഓ, നമ്മൾ മിക്സ് ചെയ്ത് അടിക്കും. ഓ മൈ ഗോഡ്, നല്ല ഏരിയ ആണ് കേട്ടോ. നല്ല ഏരിയ അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഏരിയ ആയിട്ട് തോന്നൂല. ഇവിടുക ബൈ ദ വേ, ഇവിടെ മയോണൈസ് കിട്ടുന്നതാണ്. നമുക്ക് ചിക്കൻ വന്നിരിക്കുന്നത് ഗൈസ്. ചിക്കൻ ഇങ്ങനെ എടുക്കുക, മയോണൈസ് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ചോറിലിട്ട് ഇങ്ങനെ കുഴയ്ക്കുക, മീൻ എടുക്കുക. ഓ, ദിസ് ഈസ് ഗുഡ്. പാഷൻ ഫ്രൂട്ട് പെമ്പറി കൊള്ളാം. ഐ അപ്രൂവ്. അങ്ങനെ ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുകയാണ് ഗൈസ്. എന്താണെങ്കിലും ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇത് കഴിഞ്ഞോടെ അൽത്തമാമി പോയിട്ട് നമ്മുടെ 3 പ്രോഡക്ട്സിൻ്റെ വീഡിയോ, അൺബോക്സിങ് വീഡിയോ വരുന്നുണ്ട്, കാണിച്ചു തരാം. വെൽക്കം ടു റാഷീസ് ചാനൽ. റാഷി പുതിയ ടെക് ബ്ലോഗറാണ് ഗൈസ്. ദുബൈയിലെ ടെക് ബ്ലോഗർ റാഷി നമ്മൾ വന്നിരിക്കുകയാണ്. റാഷി ടെക് എന്റെ ഫ്രണ്ടാണ്, പരിചയപ്പെടുന്ന പേര് ഷസാം. പാവപ്പെട്ട ഇന്ത്യയിലുള്ള നാട്ടിലുള്ളൊരു ടെക് ബ്ലോഗറാണ്. റാഷിയാണ് ഷാസിനെ പഠിപ്പിച്ചിട്ട കാര്യങ്ങൾ. അതെ, എനിക്ക് എല്ലാം പറഞ്ഞു തന്നത്. അപ്പൊ ചീത്ത വിളിക്കാനുള്ള ആരെയാണ് മനസ്സിലായില്ലേ? അയ്യോ, അങ്ങനെ നമ്മൾ തിരിച്ച് അൽത്തമാമിൽ വന്നിരിക്കുകയാണ് ഗൈസ്. എന്റെ കയ്യിലിരിക്കുന്നു Xiaomi Mate XT അൾട്ടിമേറ്റ് ഡിസൈൻ 3ആയി മടക്കുന്ന ഫോൺ. ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ കോൾമി ഷസാമിന്റെ ചാനലിൽ വരും. സോ ഇതിന്റെ വീഡിയോ കാണാൻ വേണ്ടിയുള്ളവർ അങ്ങോട്ട് പോവുക. ഇത് മാത്രമല്ല, നമ്മളിന്ന് അതേപോലെ നമ്മൾ Vivo X200 Proയും ഇന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. സോ 3 അൺബോക്സിങ് ഒരു വേറെ സാധനം കൂടെ ഉണ്ട് കേട്ടോ, റെഡ് മാജിക്കിന്റെ പാഡ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോട്ടെ. നാളെ ഒരു വലിയ ഡേ ആണ്. എനിക്ക് മറ്റേ PC ബിൽഡിങ്ങും ബഹളമൊക്കെ ഉണ്ട്. സോ നാളെ അതിൻ്റെ പണിയാണ് ഗൈസ്. സോ ലെറ്റ് മീ ഗോ. ബൈ ഗൈസ്.